ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹിഡൻ ബീച്ചിൽ പോയാലോ. ഹിഡൻ ബീച്ച് എന്ന് പറയാൻ കാരണം ഞാൻ പാതി പോയപ്പോഴത്തേക്കും വഴി തീർന്നു. പിന്നെ ഞാൻ വണ്ടി നിർത്തിയിട്ട് നടന്ന് കാടിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പോയത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഫുള്ള് കാണും, ഇപ്പൊ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ബീച്ചിൽ പോയിട്ടില്ലായിരുന്നു, ലെമൂർ ബീച്ച് എന്ന് പറഞ്ഞ്. ആ ബീച്ചിനോട് അടുത്തുള്ളൊരു ബീച്ചാണിത്. ഈ ബീച്ചിന്റെ പേര് കുറച്ച് കോമഡിയാണ്, ബ്ലൂ ബീച്ച് എന്നാണ് പേര്. ഇതിൽ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള നാട്ടുകാർക്ക് ഈ പേര് അറിയത്തില്ല, പക്ഷെ മാപ്പിൽ കൊടുത്തിട്ടുള്ളത് ബ്ലൂ ബീച്ച് എന്നാണ്. ഇനി ഞാൻ ചോദിച്ചവർക്ക് മാത്രം അറിഞ്ഞിടത്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ രണ്ടു മൂന്നുപേരോട് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ ഇവിടെ ഈ സ്ഥലത്ത് വരുമ്പോൾ ഈ തമിഴ്നാടാണെന്ന് നമുക്ക് തോന്നത്തില്ല. കേരളത്തിന്റെ ഒരു ടച്ച് ഉണ്ട് മൊത്തത്തിൽ. ചകിരിയൊക്കെ വേർപെടുത്തുന്ന മെഷീൻ ഇല്ലേ, അതായാലും ആ തൊണ്ട് വിതറിയിട്ടിരിക്കുന്നതായാലും പിന്നെ ആ കായലിന്റെ പരിസരം, ഒരു ആലപ്പുഴ പാലക്കാട് അവിടേക്കാണല്ലോ ഇങ്ങനെ കൂടുതലുള്ളത്. ആ ഒരു ഫീലാണ് അവിടെ പോകുമ്പോൾ ഉള്ളത്. പിന്നെ ഇതാണോ ഞാൻ പറഞ്ഞ ഹിഡൻ ബീച്ച് എന്ന് വെച്ചാൽ ഇതല്ല. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഒരു 3 റോഡ് തിരിഞ്ഞു, അതിൽ സ്ട്രെയിറ്റ് വന്ന റോഡാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ അങ്ങോട്ട് ഇറങ്ങാൻ നിന്നില്ല, ചുമ്മാ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്. പിന്നെ വലത്തോട്ട് ഇടത്തോട്ട് റോഡുണ്ട്. ഇടത്തോട്ട് ഞാൻ രണ്ടാണ് പോയത്. ആദ്യം വലത്തോട്ട് പോയപ്പോൾ കുറച്ച് ഓഫ് റോഡ് കണക്കായിരുന്നു. റോഡെന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു വഴി, മൊത്തം മണലും പിന്നെ കല്ലൊക്കെ ആയിട്ടാണ് അത് കടന്നത്. മണലിൽ കൂടി വണ്ടി ഓടിക്കുക എങ്ങനെയാണെന്ന് അറിയാലോ, മൊത്തം ടാസ്ക് ആയിരുന്നു. പിന്നെ ആദ്യത്തെ വഴിയും കഴിഞ്ഞു. പിന്നെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ നടക്കാൻ തുടങ്ങി. അവിടെ ചെറിയ വഴി പോലെ കിടപ്പുണ്ട്, ഞാൻ അതുവഴിയാണ് നടന്നത്. പിന്നെ അതുവഴി നടക്കുമ്പോൾ നോക്കി നടക്കണം, ചെറിയ മുള്ളു ചെടിയൊക്കെ ഉണ്ട്, അപ്പൊ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കാലിൽ പണി. പിന്നെ വരുന്ന വഴിക്ക് സൈഡിൽ പന്നി ഫാമൊക്കെ ഉണ്ട്, അതിന്റെ കുറച്ച് സ്മെല്ല് കൂടി സഹിക്കേണ്ടി. പിന്നെ അത്രയും നടന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് സ്വർഗമാണ് ഗൈസ്. പിന്നെ ഈ സ്വർഗത്തിൽ നിൽക്കാൻ ചെറിയ പേടിയുണ്ട് എനിക്ക്. വേറൊന്നുകൊണ്ടല്ല, ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, വേറെ ആരുമില്ല, ഈ ചുറ്റുപാട് ആരുമില്ല. അവിടെ വീശുന്ന കാറ്റുണ്ടല്ലോ, അമ്മാതിരി കാറ്റാണ് അവിടെ വീശുന്നത്. ഒരു പ്രേതാലയ മൂടാണ് അവിടെ മൊത്തം. പിന്നെ കടലാണെങ്കിൽ കുറച്ച് പെശക് കടലാണ്, അത് കാണുമ്പോൾ തന്നെ അറിയാം, കാരണം ഞാൻ നിൽക്കുന്ന അതുവരെ തിരയടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ സാധാ ബീച്ചിനെ പോലെ സ്ട്രെയിറ്റ് അല്ല ബീച്ച്, ഇത് നല്ല കുത്തനെയാണ് പോകുന്നത്, മണലിൽ കുത്തനെയാണ് അങ്ങ് താഴോട്ട് പോകുന്നത്. അത് കുറച്ച് നിൽക്കുമ്പോൾ നമുക്ക് താനെ മനസ്സിലായി. പിന്നെ ഇങ്ങോട്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്താരും ബീച്ചിലോട്ട് ഇറങ്ങരുത്. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ ബ്ലൂ ബീച്ച് എന്ന് അടിച്ചാൽ മതി. പിന്നെ തെക്കുറിച്ചി ബീച്ച് എന്നും പറയുന്നുണ്ട് ഇതിന്. ഇപ്പൊ തക്കലയെന്ന് ഒരു 18 കിലോമീറ്റർ അകത്തോട്ട് കയറിയ ഈ ബീച്ചിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇതിന്റെ അടുത്ത് തന്നെയാണ് ആ ലെമൂർ ബീച്ചും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലെമൂർ ബീച്ചിലും പോകാം. ലെമൂർ ബീച്ചും കൊള്ളാം. ഇവിടെയാണെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരാൻ കുറച്ചുകൂടി യോജ്യമായതാണെന്ന് ഞാൻ പറയൂ. പിന്നെ വരുമ്പോൾ നോക്കി വരണം, നാട്ടുകാരെ പിടിച്ചാടി തരാത്ത രീതിയിലൊക്കെ നിൽക്കണം. ആളും തിരക്കില്ലാത്ത സ്ഥലമായതുകൊണ്ട് നിങ്ങളുടെ പരിപാടികൾ എടുക്കാതെ നോക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. കപ്പിൾസ് ആയിട്ടൊക്കെ വരാനായാലും കിട്ടിയ സ്പോട്ടാണ്. നിങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം, പിന്നെ കുറച്ചെങ്കിലൊക്കെ മിണ്ടണം കേട്ടോ ഇവിടെ വന്നാൽ. പിന്നെ അവിടെ ഇടത്തോട്ട് പോകുമ്പോൾ ഉള്ള റോഡാണ് ഇവിടെ വരുന്നത്. ഇതാണെന്ന് തോന്നുന്നു ഒറിജിനൽ ബീച്ച്. ഇവിടെ വലിയ ആളും തിരക്കൊന്നുമില്ല, എങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ആദ്യം പോയ സ്ഥലവും ഈ മൂന്നാമത് പോയ സ്ഥലമാണ് ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയത്. മറ്റേതും ഫാമിലി ആയിട്ട് പോവാം, രണ്ടാമത് പോയ സ്ഥലം. പിന്നെ കണ്ടല്ലോ, അത് അങ്ങനത്തെ ഒരു ഏരിയയാണ്. എനിക്കെന്തായാലും കുറച്ച് അവിടെ നിന്നപ്പോൾ കുറച്ച് എന്തൊക്കെയോ ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ അത് നിൽക്കാതെ മാറിയത്. പക്ഷെ സ്പോട്ട് കിട്ടില്ലാണ് അവിടെ. നിങ്ങൾക്കും പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. ഈ 3 സ്ഥലത്തും ഫാമിലി ആയിട്ട് പോവാം. ഈ രണ്ടാമത് പോയ സ്ഥലം കുറച്ച് ഡാർക്ക് ആയിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞത്. പിന്നെ കപ്പിൾസ് ആയിട്ട് പോകാനാണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആണ് ആ സ്ഥലം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞത്. ഈ മൂന്നാമത് പോയ സ്ഥലത്താണെങ്കിൽ കുറച്ച് പേര് അവിടെ നിന്ന് വെള്ളമടിയും കാര്യങ്ങളായിട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ സ്വന്തം റിസ്കി പോകുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.